പേടിക്കേണ്ട ത്യാഗു, എന്ത് വില കൊടുത്ത് നിങ്ങളെ ഞാനിവിടെ പുറത്തിറക്കും. കഴുത്തിൽ കയറ് വീണിട്ടാവും പുറത്തെടുക്കുക ഞങ്ങളുടെ നാലിന്റെയും ശവം. അതിന് നമ്മുടെ സിൻഡിക്കേറ്റ് നിങ്ങളെ വിട്ടുകൊടുക്കില്ല. അവരാളെ അയച്ചിട്ടുണ്ട്. ബാങ്കോക്കിൽ നിന്ന് ആൽബർട്ടോ ഫെല്ലിനി ഇന്നെത്തും. പാസ്പോർട്ട് വരുന്നുണ്ടോ? അതെ, അപ്പുറത്തിരിക്കുന്ന അത് ഞങ്ങളല്ലേ. ശരി. Complete the immigration, customs, security, formalities without delay. Thank you. ഹലോ സാർ, അബ്ബാസ് ആണ്. നാളെത്തി. കാർ നമ്പർ MAR 5208 ഫിയറ്റ്. അതെ, ഹോട്ടൽ സൺഷിപ്പ്. ഇപ്പൊ വന്ന ഫോറിനർ ഏത് റൂമിലാണ്? റൂം നമ്പർ 502, 4th ഫ്ലോർ. കമോൺ. You go to that corridor. Sir. You follow me. Search. Yes, DIG here. What is happening there? Correctly. You mean well? Yes, sir. Well, fire service എത്തിയിട്ടുണ്ട്. Okay. Go ahead. Bastard. കിണറ്റ് ഒരാളും കൂടി ഉണ്ട്, ഒരാളും കൂടി ഉണ്ട്. ఏం సార్? జైన్ సార్, 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 are you okay?
നീന്തൽ അറിഞ്ഞൂടാത്ത സാറെന്തിനാ കിണറ്റിലെടുത്ത് ചാടാൻ പോയത്? ആര് ചാടി എന്നെ ആരോ തള്ളിയിട്ടതല്ലേ? Tell me, you dirty pig. Tell me. No. Bastard. മതി ആക്കടോ. നന്ദു മതി മതി മതി. സാറിന് എല്ലാത്തിനും പേടിയാ. എവനൊന്നും ഇടികൊള്ള സത്യം പറയും. നന്ദു വിദേശിയാണെങ്കിൽ അയാളുടെ മനുഷ്യനാണ്. നന്ദു ഇതിനോട് പറഞ്ഞത്. നന്ദു സൂക്ഷിച്ചു വേണം സാർ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഹെറോയിന് കിലോയ്ക്ക് 1 കോടി രൂപയിലധികം വിലയുണ്ട്. അതിന്റെ ഗൗരവം നീ എഴുതുന്ന സീൻ മഹസർ കാണിച്ചാ മതി. പിന്നെ ആ സിഗരറ്റ് അങ്കള. ഞാൻ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് പറയല്ല, വലിയ ആരോഗ്യത്തിന് ഹാനികരാണ്. ആ കാശിന് നല്ല പശുവും പാല് കിട്ടും, വാങ്ങിക്കുടിക്ക്. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ പിടിയിൽ. ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്തറയുടെ ധീരസാഹസികത. ഞാൻ ഗുരു. യെസ്, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ആൽബർട്ടോ ഫെല്ലിനെ കുറിച്ചാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ അയാളെ ആരാ പോലീസിന് വിട്ടുകൊടുത്തേ? അബ്ബാസ്. മനസ്സിലായി. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ജെയിംസ്. ഐ അപ്രീഷിയേറ്റ് യുവർ ട്രൂ ഗ്രിറ്റ്. താങ്ക് യു സാർ. ഇന്ന് രാവിലെ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ നിങ്ങളുടെ കാര്യം പറയുണ്ടായി. ഐ എക്സ്പെക്ട് എ റിവാർഡ് ഫോർ യുവർ ബ്രേവറി. സാർ, ഈ ആൽബർട്ടോയുടെ ചാർജ് ഷീറ്റ് കോടതിയിൽ അയക്കും മുമ്പ് എനിക്കൊന്ന് കാണണം. സാർ, സീൻ മഹസർ എഴുതിയത് മിസ്റ്റർ നന്ദു. ഐ മീൻ SI നന്ദകുമാർ. ഓ, ഐ സീ. ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്തറ സ്വജീവൻ പോലും പണയപ്പെടുത്തിയാണ് പ്രതിയെ പിടികൂടിയത്. നമ്മൾ ഓടിച്ചിട്ട് പ്രതിയെ കൈയോടെ പിടികൂടാൻ തുടങ്ങിയപ്പോ ഒരു കാര്യമില്ലതല്ലേ അയാൾ ആ കിണറ്റിലെടുത്ത് ചാടിയത്? എന്നിട്ട് എഴുതിയിരിക്കുന്ന സാറേ, മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ആയി. മറ്റുള്ളവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ഒരു വിലയില്ല, ആരും കാണില്ല. ഇവിടെ കയ്യടി കിട്ടുന്നത് 3ാം ക്ലാസ് കോപ്പറാട്ടി കാണിക്കുന്ന കോമാളിക്ക. ഇരിക്കൂ, ഇരിക്കടോ. താനിപ്പോ കോമാളി എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചല്ലേ? അല്ല സർ, അത് ഞാൻ മുഴുവൻ കേട്ടു. എടോ, ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കാൻ തൻ്റെ ഈ തടിമെടുക്കും അടിയും ഇടിയും വെടിയും ഇരിക്കെ ഐ മീൻ വയലൻസ് മാത്രം പോരാ, കുറച്ച് യോഗം കൂടി വേണം. അതെനിക്കുണ്ട്. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ കമ്മീഷണർ അടുത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു റിവാർഡ് കിട്ടാൻ പോകുന്നു എന്ന്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അരുത് കുഞ്ഞെ, വണ്ടിയും കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. അത് പറയാൻ നിങ്ങൾ ആരാ? അച്ഛന്റെ ഗൺമാൻ ആണെങ്കിൽ സേവൻ അവിടെ മതി. ഇല്ല, കുഞ്ഞിനവിടെ പോണെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം.
സാറ് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എനിക്കാവും കുറ്റം. ശ്രുതി, ഇവിടെ വരൂ. അച്ഛൻ എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുകയാണോ? കണ്ട പോലീസുകാരെ കാവൽ നിർത്തി നിയന്ത്രിക്കാൻ? കുരുവിളെ പോലീസുകാരനായിട്ടല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അയാളെ നീ അനുസരിക്കണം. വണ്ടി ഓടിക്കാൻ എനിക്കറിയാം. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തവളാ ഞാൻ. പിന്നെ എന്തിനാ എന്നെ തടയുന്നത്? ആവശ്യമില്ലാത്ത നിന്റെ സർക്കിട്ടും തോന്നിയാസവും നിർത്താൻ. ഇതുവരെ മന്ത്രിമാരുടെ ആമക്കളെ കൊണ്ടേ നാട്ടുകാർക്ക് ശല്യം ഉണ്ടായിരുന്നുള്ളൂ. പെമ്മക്കൾ മുഴുവൻ ദുഷ്പേര് കേൾപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നവരാ. നീ അതിനൊരു അപവാദമാകരുത്. ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛൻ പറഞ്ഞു വരുന്നത്? വണ്ടി ഓടിച്ച് പുറത്തു പോയിടത്തോളം ഒരു ആക്സിഡന്റ് എങ്കിലും ഉണ്ടാക്കാതെ നീ വന്നിട്ടുണ്ടോ? ആഭ്യന്തര മന്ത്രിയുടെ മകളാണ് നീ എന്ന് ഓർക്കണം. നിനക്ക് പുറത്തെവിടെയെങ്കിലും പോകണമെങ്കിൽ കുരുവിള കൊണ്ടുവിടും. വേണ്ട. മിഴിച്ച് നിൽക്കാതെ പോയി മോളെ നോക്കണോ? വേഗം വണ്ടി എടുത്തിച്ചല്ലേ. ശരി സാർ. എന്താടോ ഏതും ചിണുങ്ങുന്നേ? വേഗം വണ്ടി എടുത്തിച്ചല്ലേ. എനിക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ. ആ, കറങ്ങും. തന്റെ ഒടുക്കത്തെ ഒരു കുടി കാലത്തെ തുടങ്ങിയല്ലേ? അയ്യോ ഇല്ല സാറേ. എന്നെ പറയണം. പഴയ അടുപ്പം കരുതി സ്ഥാനം മറന്ന് ഞാൻ തന്നോട് പെരുമാറി. ഇവിടെ നിർത്തി. ഓർക്കണം സാർ, ഇനിയൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഞാൻ വണ്ടി എടുത്തോളാം. വേണ്ട. മേലാൽ ഡ്യൂട്ടി സമയത്ത് താൻ കള്ളു കുടിച്ചതായിട്ട് ഞാൻ അറിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെയല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഞാൻ പിരിച്ചുവിടും.